സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ധർമ്മസങ്കടം അനുഭവപ്പെട്ടപ്പോഴാണ് കോടതിയിലോട്ട് പോയത്. നമ്മൾ ഹേമ കമ്മിറ്റിയെ വിശ്വസിച്ചു. ഹേമ കമ്മിറ്റിക്ക് സിനിമയിൽ നടക്കുന്ന ആശാസ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. നമ്മളത് നമ്മുടെ കൂടെ ആവശ്യമാണ്. അപ്പോൾ നമ്മളത് ഒരു പഠനം ഉണ്ടാവും, നാളെ ഒരു നിയമം ഉണ്ടാവും, നാളെ സുരക്ഷിതമായ ഒരു ഇടമായി മാറും എന്ന് പറഞ്ഞ് അറ്റ്മോസ്റ്റ് ഫെയ്ത്തിലും വിശ്വാസത്തിലും നമ്മൾ ഹേമ കമ്മിറ്റിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അപ്പോൾ അവർ നമ്മളോട് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കും, ഇതിനകത്ത് ആരുടെയും പേര് വ്യക്തിപരമായി വരില്ല എന്നുവെച്ചാൽ അങ്ങനെ വരണമെന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വരണം. ചില കാര്യങ്ങളിൽ അങ്ങനെ വരണമെന്നില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്. നാളെ ഒരു നിയമം വരുന്ന സമയത്ത് കോൺട്രാക്റ്റുകൾ ഉണ്ടാവണം. ഇപ്പോൾ ഒരു ഷോട്ടിൽ ആണും പെണ്ണും നിൽക്കുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ടച്ച് പാടില്ല. ഇനി അഥവാ അൺവാണ്ടഡ് ആയിട്ട് ടച്ച് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ക്രൂ മെമ്പേഴ്സ് ബിഹേവ് ചെയ്യേണ്ടത്, ആ സെൻസിറ്റീവ് ആക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ട്രോമയും ഒക്കെ നമ്മൾ തുറന്നു പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. വേറെ ആൾക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന പിന്നെ ആർട്ടിസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ന കൺട്രോളറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അതുപോലെ നിങ്ങൾക്ക് ശരി വ്യക്തിപരമായ അത്രയും തീവ്രമായ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പം നമ്മൾ ശരിയാ ഇന്ന ഒരു ആർട്ടിസ്റ്റ് എന്നോട് ഇങ്ങനെ ചെന്നൈ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അല്ല ഇന്നടുത്ത് വെച്ച് ഇന്നെ പറഞ്ഞായിരുന്നു. അപ്പം ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞിപ്പോൾ നോക്കുമ്പോൾ ഹൈക്കോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തന്നെ FIR ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും FIR ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2 FIR ആണ്. അപ്പോൾ FIR വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്കൊരു കേസ് എന്നുള്ള കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള അത്രയും എനിക്ക് അങ്ങനെ അതല്ല ഞാൻ അത് ഉദ്ദേശിച്ചിരുന്നു. ഒരു പഠനമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. കാരണം അന്നത്തെ ആൾ ഇപ്പം അവന്റെ ജീവിതത്തിൽ റെലവെന്റ് അല്ല. അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, അയാളെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല. അപ്പം അത് റെലവെന്റ് ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ കേസാക്കാൻ ഞാൻ അന്നും ഉദ്ദേശിച്ചില്ല, ഇന്നും ഉദ്ദേശിച്ചില്ല. ക്രൈമിന്റെ അത്രയും ഒരു ഗ്രാവിറ്റി എനിക്ക് ഇന്നത്തെ എന്റെ സ്റ്റേജിൽ എനിക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതായിരുന്നില്ല എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാനത് എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കേസാവില്ല, ഇതൊരു പ്രൊസീജിയറാണെന്ന് പറഞ്ഞു. നമ്മൾ മൊഴി കൊടുത്തു. അതിന്റെ മൊഴി കടലാസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുപോലെ വേറെ ഒരു ആർട്ടിസ്റ്റിന്റെ പേരൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. ഞാൻ പറഞ്ഞു ഹേമ കമ്മിറ്റിയുടെ ഞാൻ പറഞ്ഞത് ആ പേര് ഇൻക്ലൂഡ് ചെയ്യരുതെന്ന്, അതും ഒക്കെ FIR ആക്കി വെച്ചേക്കുന്നത്, അതൊക്കെ തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം പിരിഞ്ഞതാണ്. പിന്നെ ഞാൻ അറിഞ്ഞത് അജി മസ്കറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ സിനിമയിലെ ഫോട്ടോഗ്രാഫർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊക്കെ എപ്പോഴും സപ്പോർട്ടായിട്ട് സ്ത്രീകളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് എടുത്ത് പെട്ട് നിൽക്കുവാണെങ്കിലും നമ്മളെ രക്ഷിക്കുന്ന അലക്സിനെ പോലെ ഒരു കൺട്രോളർ പിന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പോയിട്ട് വിഷണ്ണനായി നിൽക്കുന്ന കണ്ടു. ചേച്ചിയുടെ എന്തോ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഞാൻ അലക്സിനെ വിളിച്ചപ്പോൾ അലക്സ് കോൾ എടുത്തില്ല. പിന്നെയും ഞാൻ വിളിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഒന്നുമില്ല ചേച്ചി, സാരമില്ല ചേച്ചി. ഞാൻ പറഞ്ഞു അല്ല അലക്സേ, നമുക്ക് എത്രയോ പ്രാവശ്യം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമുക്കൊരു പ്രോബ്ലം വന്നാൽ കട്ടയ്ക്ക് കൂടാൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എന്താണ് അലക്സ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അലക്സ് പറയുന്നത് കുറച്ച് ഇങ്ങനെ ചേച്ചി ഞാൻ എന്ത് ചെയ്തിട്ടാണ് ചേച്ചി, നമ്മളൊക്കെ കൂടെ ചേർന്നാണ് ഇത് ചെയ്തതെന്നൊക്കെ അവർ പറയുന്നു. അത് പറ്റില്ല, അങ്ങനെയല്ല. നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ഇടപെടൽ അത്രയും സത്യസന്ധത ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കേസെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ്. അത് എന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നല്ലവരായ മനുഷ്യരെ ഉപദ്രവിക്കുന്നത്, അത് ഒരാളെ ഉപദ്രവിച്ചാൽ പോലും അത് പറ്റത്തില്ല. എന്റെ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു റൈറ്റാണ്. ഞാൻ സുപ്രീം കോടതി എടുത്ത് പറഞ്ഞു എന്റെ കേസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, നിങ്ങളത് ഒഴിവാക്കി തരണം. ലാർജർ ഇൻട്രസ്റ്റിനെയോ സമൂഹത്തിനെയോ ഒന്നും വെല്ലുവിളിക്കാനല്ല. ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടെ ഡീറ്റെയിൽ ആയിട്ട്. എനിക്ക് ഈ ഒരു ഒറ്റ ഓഫ് ഇൻസിഡന്റേ ഉള്ളൂ. അത് തീരെ ബന്ധമില്ലാത്ത ആൾക്കാരല്ല. ഇത് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു ആ സമയത്ത് അലക്സ്. പക്ഷെ ഇത് ഷോട്ടിലെ ഒരു ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി പിടിച്ചതാ. അത് ഒരു പ്രൊഡ്യൂസറിന്റെയോ പ്രൊഡക്ഷൻ കൺട്രോളറിന്റെയോ അനുവാദത്തോടെ അല്ല. അപ്പൊ അത് കഴിഞ്ഞ് ആ ടേക്ക് എനിക്ക് പറ്റാതെ വന്ന് ഞാൻ ട്രോമാറ്റിക് ആയിട്ട് എനിക്ക് വെപ്രാളം വന്നിട്ട് ഞാൻ ഡയലോഗ് തെറ്റിച്ച് 10 ടേക്കും കണ്ടായി. അപ്പൊ ആ 10 ടേക്ക് ആകുമ്പോൾ നിങ്ങൾ എന്താ ഇടപെടാത്തതെന്ന് ചോദിച്ചെന്ന് മനസ്സിലായോ? അങ്ങനെ എങ്ങനെ ചോദിക്കാൻ പറ്റുക? അവരെന്ത് ചെയ്തിട്ടാ? മുമ്പോട്ട് പോകുന്നെന്ന് ഇവര് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇതൊരു സിനിമ എന്ന് പറയുമ്പോഴേ നമ്മൾ മറ്റ് കാര്യങ്ങളെ പോലെ അല്ല, ഇത് കുറച്ച് ഡിഫറെന്റ് ആണ് സിനിമയിലെ ആവശ്യങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഉപദ്രവം അനുഭവിച്ചാൽ പോലും നമുക്ക് ആ ഷോട്ട് എടുത്ത് കൊടുത്ത് തീർക്കേണ്ടിയൊക്കെ വരും. സിനിമ തീർക്കണ്ടേ, പ്രൊഡ്യൂസറുടെ പൈസയല്ലേ. അതൊക്കെ അതിനെ നമുക്ക് ഇങ്ങനെ ഒരു ഈ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു അറിഞ്ഞൂടാത്ത ഇതിന്റെ ഒരു പരിപാടി അറിഞ്ഞൂടാത്ത ഒരാൾക്ക് നിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര വിയേർഡായിട്ടൊക്കെ തോന്നും. പക്ഷെ നമുക്കിത് സിനിമയ്ക്കകത്ത് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്തൊക്കെ പറ്റുള്ളൂ. മനസ്സിലായില്ലേ?